ഹായ് ലേണേഴ്സ്, നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ 19th സെഞ്ച്വറിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിന് മുന്നത്തെ 2 വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവർക്ക് അത് പോയി കാണാം. ഇത് 3rd വീഡിയോ ആണ്, അല്ലെങ്കിൽ 3rd സെക്ഷനാണ് നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് 600 വേർഡ്സിൽ ആൻസർ ചെയ്യാനുള്ള. അപ്പോൾ 4 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. റൈറ്റ് എസ്സേസ് ഓൺ എനി 2 ഓഫ് ദ ഫോളോവിങ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ is, nature is a dominant theme in romantic poetry. How does Wordsworth's attitude towards nature differ from that of Keats? Illustrate with reference to the poems prescribed for study. Okay. So nature is a dominant theme in romantic poetry. അല്ലേ? റൊമാൻറ്റിസിസം എന്ന് പറയുമ്പോൾ തന്നെ നേച്ചർ ഇസ് ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്. നേച്ചറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, നേച്ചറിനെ ഡൊമിനൻ്റ് ആക്കുന്ന ഒരു ഐഡിയാസാണ് റൊമാൻറ്റിക് പോയട്രിയിലുള്ളത് അല്ലേ? സോ അപ്പം വേർഡ്സ്വർത്തിൻ്റെയും കീറ്റ്സിൻ്റെയും ആറ്റിറ്റ്യൂഡുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താ ടുവേർഡ്സ് ദിസ് നേച്ചർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ വേർഡ്സ്വർത്തിൻ്റെ ഏത് പോമാണ് നമ്മൾ പഠിക്കുന്നത്, കീറ്റ്സിൻ്റെ ഏത് പോമാണ് നമ്മൾ പഠിക്കുന്നത്, അത് വെച്ച് എക്സാമ്പിൾസ് വെച്ചിട്ട് വേണം സ്റ്റേറ്റ് ചെയ്ത് ആൻസർ ചെയ്യാൻ. സോ ആ രണ്ട് പോംസും അതിൻ്റെ എക്സ്പ്ലനേഷനും തന്നെ വേണം. പിന്നെ അതിൻ്റെ ഒരു നേച്ചറിന് രണ്ടുപേരും ഏത് രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളൊരു ഡിസ്ക്രിപ്ഷനും. അപ്പം വേർഡ്സ്വർത്തിൻ്റെ ലൈൻസ് കമ്പോസ്ഡ് എ ഫ്യൂ മൈൽസ് എബൌട്ട് ടിൻറ്റേൺ എബ്ബേ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ജോൺ കീറ്റ്സിൻ്റെ ഓട്ട് നൈറ്റിംഗേലും. സോ ഈ 2 പോംസ് വെച്ചിട്ട് ഈ 2 പോയറ്റ്സിൻ്റെ നേച്ചറിനോടുള്ളൊരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സെൻഷ്യസ്നെസ് ഇസ് ദ കീ ടു കീറ്റ്സ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് നേച്ചർ. കീറ്റ്സ് ഇസ് സെൻഷ്യസ്. He looked with childlike delight at the objects of nature, and his whole being was thrilled by what he saw and heard. The earth lay before him tilled, spread out with beauties and wonders, and all his senses reached to them with delight and rapture. Okay, അപ്പം കീറ്റ്സ് വേൾഡിനെ കാണുന്നത് ആ ഒരു ഓട്ട് നൈറ്റിംഗേലൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. കീറ്റ്സ് ഇത് ചൈൽഡ് നേച്ചറിനെ കാണുന്നത് പോലെയാണ് നേച്ചറിലെ ഒബ്ജക്ട്സിനെ കാണുന്നത്. എല്ലാം നല്ല ത്രില്ലടിച്ച ഒരു അതിശയത്തോടു കൂടിയാണ് നേച്ചറിനെ കാണുന്നത്. വേർഡ്സ്വർത്ത് വ്യൂസ് നേച്ചർ ആസ് എ സോഴ്സ് ഓഫ് ലവ്, പെർപ്പച്വൽ ജോയ്, സൂതിങ് ആൻഡ് ഹീലിംഗ് പവർ, നോളജ് ആൻഡ് സ്പിരിച്വാലിറ്റി. ബട്ട് വേർഡ്സ്വർത്ത് കാണുന്നത് നേച്ചറിനെ ഒന്നും കൂടെ ഒരു ലവിൻ്റെ ഒരു സോഴ്സ്, ഒരു മദർലി ആയിട്ടാണ് കാണുന്നത്. ഒരു പെർപ്പച്വൽ ജോയ് തരുന്ന ഒരു എൻജോയ്മെൻറ്റിനുള്ളൊരു സംഭവം. ദെൻ സൂത്തിങ് ഹീലിംഗ് പവറൊക്കെ ഉള്ള ഒരാളാണ് നേച്ചർ എന്നുള്ള രീതിയിലാണ് വേർഡ്സ്വർത്ത് കാണുന്നത്. ദെൻ നോളജ്, സ്പിരിച്വാലിറ്റി, അതിൻ്റെ ഒക്കെ ഒരു സോഴ്സാണ് നേച്ചർ ഫോർ വേർഡ്സ്വർത്ത്. Nature and God becomes one for him. He believes that nature is the universal spirit guiding anyone who like to be guided by her. അപ്പം നേച്ചറിനെ ഗോഡിനോട് ഇക്വേറ്റ് ചെയ്തിട്ടാണ് വേർഡ്സ്വർത്ത് കാണുന്നത്. ഓക്കെ, നേച്ചർ എല്ലാവരെയും ഗൈഡ് ചെയ്യാൻ റെഡിയാണ് എന്നുള്ള രീതിയിലാണ് വേർഡ്സ്വർത്ത് കാണുന്നത്. ഇനി നമുക്ക് അവരുടെ പോംസിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. ഓട്ട് നൈറ്റിംഗേലും ലൈൻസ് കമ്പോസ്ഡ് എ ഫ്യൂ മൈൽസ് എബൌട്ട് ടിൻറ്റേൺ എബ്ബേ. The poem by Wordsworth opens with his pronouncement that it has been 5 years since he last visited this place, encountered its peaceful rustic scenery, and heard the murmuring waters of the river. അപ്പം ലൈൻസ് കമ്പോസ്ഡ് എ ഫ്യൂ മൈൽസ് എബൌട്ട് ടിൻറ്റേൺ എബ്ബേയിൽ വേർഡ്സ്വർത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ടിൻറ്റേൺ എബ്ബേയിൽ ആ ഒരു സ്ഥലത്ത് 5 years മുന്നേ വന്നതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. ആ ഒരു മർമറിങ് വാട്ടേഴ്സൊക്കെ എൻജോയ് ചെയ്തിട്ട് മർമറിങ് സൗണ്ടൊക്കെ കേട്ടിട്ടൊക്കെ 5 years ആയി എന്ന് പറയുകയാണ്. ഹി നരേറ്റ്സ് ഓൾ ദാറ്റ് ഹി ഹാഡ് സീൻ ബിഫോർ ആൻഡ് ഓൾസോ ഡിസ്ക്രൈബ്സ് ദെയർ എഫക്റ്റ് അപ്പോൺ ഹിം. അപ്പോൾ ഇപ്പോൾ ആ സ്ഥലത്ത് നിൽക്കുമ്പം 5 വർഷം മുമ്പ് ആ സ്ഥലത്ത് എന്തൊക്കെ കണ്ടിരുന്നു, അതൊക്കെ എന്ത് എഫക്റ്റാണ് അദ്ദേഹത്തിൽ ഉണ്ടാക്കിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. The speaker then goes on to describe how his memory of the beautiful scenery there had worked upon him during his absence from there. അപ്പം 5 വർഷം മുന്നേ അവിടുന്ന് പോയെങ്കിലും അവിടുത്തെ ആ ഒരു സീനറി പിന്നീട് എങ്ങനെ അദ്ദേഹത്തിനെ എഫക്റ്റ് ചെയ്തു അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. It was these memories that provided the speaker with peaceful thoughts on tranquil restoration to the mind while he was alone or in crowded cities and towns.
ക്രൗഡഡ് സിറ്റീസിലും ടൗൺസിലൊക്കെ ആയ സമയത്ത് മൈൻഡിന് റിസ്റ്റോറേഷൻ കൊടുത്തത് ഈ കാണുന്ന സീനറിയൊക്കെ ആയിരുന്നു. അദ്ദേഹം ഇവിടെ കണ്ടിരുന്ന സീനറിയൊക്കെ ആയിരുന്നു. The burden of the world is lightened merely by the memory of this scene, and speaker still turns back to this memory when his mind is in a fretful stir. അപ്പോൾ ഈ വേൾഡിൽ ബേർഡണും സ്ട്രെസ്സും എല്ലാത്തിനും ഒരു റിലീഫാണ് ഈ സീനിൻ്റെ മെമ്മറീസ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, then the speaker also positively hopes that this present experience will provide him many happy memories for the ഫ്യൂച്ചർ. അതുപോലെ തന്നെ ഇപ്പം കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ്, ഇപ്പം ആ സ്ഥലത്ത് വീണ്ടും വന്ന് നിൽക്കുമ്പോൾ ഇപ്പം കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് വരുന്ന ഫ്യൂച്ചറിന് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ, ഇറ്റ് വിൽ പ്രൊവൈഡ് ഹിം ഹാപ്പി എന്ന് പറയുകയാണ്, ഒരു ഹാപ്പിനെസ്. The speaker differentiates between the way he enjoyed nature as a child and how he enjoys it now. അപ്പോൾ ഒരു ചൈൽഡായ സമയത്ത് എങ്ങനെ എൻജോയ് ചെയ്തു, ഇപ്പം എങ്ങനെ എൻജോയ് ചെയ്യുന്നു എന്നുള്ളൊരു ഡിഫറൻസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. There was a time when he was a boy and the mountains, waterfalls and woods shaped his appetites, passion and even his love. As an adult, however, the very same mountains, waterfalls and pastures lent him joy, and they anger his purest thoughts and also protect his heart and soul. അപ്പോൾ ഒരു ചൈൽഡ് ആവുന്ന സമയത്ത് ആ മൗണ്ടെയിൻ വാട്ടർഫോളൊക്കെ കണ്ടപ്പോഴുള്ള എക്സ്പീരിയൻസ് അല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പം ഒരു മൈൻഡിനൊരു സൂതിങ് പോലെയാണ് ഇപ്പോൾ ആ ഒരു സീനറി തരുന്നത്. He has learned to perceive nature in a broader perspective and is thus able to sense a deeper, wider meaning in the beauty of nature. He trusts nature and calls it a dear friend and even sister. He believes no matter what, nature would never betray him. അപ്പം നേച്ചർ ഒരിക്കലും അദ്ദേഹത്തിനെ ബിട്രേ ചെയ്യൂല, അദ്ദേഹത്തിനെ തള്ളിക്കളയൂല എന്നുള്ളൊരു ട്രസ്റ്റ് ഉണ്ട്. നേച്ചറിനെ ഒരു സിസ്റ്റർ ഒക്കെ ആയിട്ട്, ഒരു ഫ്രണ്ടൊക്കെ ആയിട്ടാണ് കാണുന്നത്. Wordsworth's sister is now there with him in the present tour of Tintern Bay, and he feels she still looks at nature as a kid. ഇപ്പോൾ വേർഡ്സ്വർത്തിൻ്റെ സിസ്റ്ററും ഉണ്ട് ഇപ്പം ആ ഒരു സ്ഥലം കാണുമ്പം. അപ്പം സിസ്റ്റർ ഇപ്പോഴും ആ ഒരു സ്ഥലം ഒരു കിഡ് കാണുന്ന രീതിയിലാണ് കാണുന്നത് എന്ന് വേർഡ്സ്വർത്ത് പറയുന്നുണ്ട്. He imagines her going through all the transformations and developments that he did, and that one day she would be able to look at nature and understand nature the way he does now. അപ്പം വേർഡ്സ്വർത്ത് പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെയാണ് ഇപ്പോൾ സിസ്റ്റർ വന്നിട്ട് ടിൻറ്റൺ അബേ കാണുന്നത്. ഇനി വേർഡ്സ്വർത്തിനെ പോലെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സിസ്റ്റർ വരുമ്പം സിസ്റ്ററിനും നേച്ചറിൻ്റെ വേറൊരു ആസ്പെക്റ്റ് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറയുകയാണ്. As Wordsworth is understanding now, he imagines her coming back to the same spot after his death and remembers about the time that she was there with her brother. അദ്ദേഹത്തിൻ്റെ മരണശേഷവും സിസ്റ്റർ അവിടെ വന്ന് നിൽക്കുമ്പം ബ്രദറിനെ കുറിച്ച് ഓർക്കുന്ന കാര്യങ്ങൾ ഒക്കെ പറയുന്നുണ്ട്. സോ ടിൻറ്റൺ അബേ വാസ് വെരി മച്ച് സ്പെഷ്യൽ ഫോർ വേർഡ്സ്വർത്ത്. നൗ ഇനി കീറ്റ്സ് എങ്ങനെയാണ് ഓട്ട് നൈറ്റിംഗേൽ നേച്ചറിനെ ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് പറയാം. In Ode to Nightingale, Keats celebrates and hails the nightingale and its magical voice. The poem begins with the speaker bringing the song of the nightingale as almost intoxicating. It is almost as if a paralysis has taken over him and the song has filled his heart with so much ecstasy that it hurts. The effect of the song on the poet is this both physical as well as mental. അപ്പോൾ ഒരു നൈറ്റിംഗേലിൻ്റെ സോങ് കേൾക്കുമ്പോഴാണ് ഈ ഓട്ട് ടു നൈറ്റിംഗേൽ എന്ന് പറയുന്ന പോം സ്റ്റാർട്ട് ചെയ്യുന്നത്. നൈറ്റിംഗേലിൻ്റെ ഒരു മാജിക്കൽ വോയിസ് കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. ദ എഫക്റ്റ് ഓഫ് ദ സോങ് ഓൺ ദ പോയറ്റ് ഇസ് ജസ്റ്റ് ബോത്ത് ഫിസിക്കൽ ആൻഡ് ആസ് വെൽ ആസ് മെൻറ്റൽ. അപ്പോൾ ഒരു ഫിസിക്കൽ എഫക്റ്റ് മാത്രമല്ല, ജസ്റ്റ് നല്ലൊരു സോങ് കേട്ടു എന്നുള്ളൊരു എഫക്റ്റ് മാത്രമല്ല, അവർ മെൻ്റലി ആ പോം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആ സോങ് നൈറ്റിംഗേൽ പാടുന്ന ആ ഒരു സോങ്. ദ ഫിസിക്കൽ എഫക്റ്റ് ക്യാൻ ബി മെയ്ഡ് ഔട്ട് ഇൻ ദ ഫ്രേസ് മൈ ഹേർട്ട് ഏക്സ്. ഓക്കെ, അപ്പം മൈ ഹേർട്ട് ഏക്സ് എന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഒരു ഫിസിക്കൽ എഫക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ദ ഓക്സിമോറോൺ നംബ്നെസ് പെയിൻസ്. ഓക്സിമോറോൺ എന്ന് പറഞ്ഞാൽ രണ്ട് കോൺട്രഡിക്ടറി വേർഡ്സ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ക്രൂവൽ കൈൻഡ്നെസ് എന്നൊക്കെ പറയുമ്പോൾ ക്രൂവലും കൈൻഡ്നെസ്സും അപ്പോസിറ്റ് തിങ്സ് ആണ്, പക്ഷെ ഒരുമിച്ച് വരും. അതുപോലെ നംബ്നെസ് പെയിൻസ് എന്ന് പറയുന്നുണ്ട്. നമ്പ് എന്ന് പറഞ്ഞാൽ ഒരു സെൻസേഷനും കിട്ടാത്തൊരു ഫീലിംഗ് ആണ്, ഒരു മരവിച്ച അവസ്ഥ.
പെയിൻ. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിലൊരു പെയിൻ അറിയില്ലല്ലോ, അതാണ് ഇവിടെ ഓക്സിമോറോൺ എന്ന് പറയുന്നത്. അപ്പം നംനെസ് പെയിൻസ് എന്ന് പറയുന്നുണ്ട് പോയറ്റ്. ആ ഒരു അവസ്ഥ, ആ ഒരു സോങ് കേട്ട ആ ഒരു സൂത്തിങ് എഫക്റ്റ്, ആ ഫീലിംഗ് ഒക്കെ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ്. The speaker longs for some special wine that is distilled directly from earth. He would like to drink such a wine and just fade away into the forest along with the nightingale. Okay, അപ്പം ഏർത്തിലെ വൈന് കുടിച്ചിട്ട് ആ നൈറ്റിംഗേലിൻ്റെ കൂടെ ഫേഡ് ചെയ്യാനാണ്, കൂടെ പോകാനാണ് താല്പര്യം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നേച്ചറിനെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, നേച്ചറിനെ കീറ്റ്സ് ഒരു അത്ഭുതമായിട്ടാണ് കാണുന്നത്, ഒരു ചൈൽഡ് കാണുന്നത് പോലെ. ഒരു നൈറ്റിംഗേലിൻ്റെ സോങ് ഒക്കെ ഒരു മിറക്കിൾ, ഒരു മാജിക് ഒക്കെ പോലെയാണ് കാണുന്നത്. The phrase blushful Hippocrene refers to a fountain associated with muses, hence an indirect reference to poetic inspiration. The poet wants to forget the stark reality of this world into the imaginary world of the nightingale. It must be noted that there is a fall in intensity from poison to narcotic and then to wine, which implies a return to ordinariness. The speaker wants to escape from all worldly frets and just fade away in the beauty of the nightingale's song. അപ്പോൾ എല്ലാം ലീവ് ചെയ്തിട്ട് എല്ലാ സ്ട്രെസ്സും ഒക്കെ മറന്ന് നൈറ്റിംഗേലിൻ്റെ സോങ്ങിൻ്റെ കൂടെ പോകാനാണ് സ്പീക്കറിന് താല്പര്യം. The speaker also points out the temporary nature of life in this world as compared to the eternal nature of Nightingale's song. Here the poet may also be drawing a contrast between poetry and the song, where the former is man-made and the latter is nature's gift. പോയട്രിയും സോങ്ങും തമ്മിലൊരു കോൺട്രാസ്റ്റിനെ പറ്റി പറയുന്നുണ്ട്. പോയട്രി മാൻമെയ്ഡ് ആണെങ്കിൽ സോങ് നേച്ചറിൻ്റെ ഗിഫ്റ്റാണ് എന്നാണ് കീറ്റ്സ് പറയുന്നത്. The next stanza is probably the only stanza in the entire poem that is completely disenchanted and written in an almost prosaic matter of fact manner as compared to the rest of the poem. Here, spectral-thin is a key word which, along with grey, suggests thin unreality of the intoxicated, deglamorized moments that an addict fears or dreads. അപ്പം ഇതൊക്കെ ഒരു പോം വായിച്ചാൽ മനസ്സിലാവും. പോയത്തിലെ വേർഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ദ ലൈൻ വേർ യൂത്ത് ഗ്രോസ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന ലൈനുണ്ട്. ഇറ്റ് മേ ബി റെഫറൻസ് ടു ദ ഡെത്ത് ഓഫ് കീറ്റ്സ് ബ്രദർ, ആൻഡ് ലീഡനൈറ്റ് ഡെസ്പേഴ്സ് മേ ബി എ റെഫറൻസ് ടു ഹിസ് ഫെയിൽഡ് അഫെയർ വിത്ത് ഫാനി ബ്രൗൺ. അപ്പോൾ ആ ഒരു മ്യൂസിക് കേൾക്കുമ്പം ബ്രദറിനെയും അഫെയർ ഫാനി ബ്രൗണിനെയും ഒക്കെ റൈറ്റർ കീറ്റ്സ് ഓർക്കുന്നുണ്ട്. Basically, the poet tries to convey that this world holds only sorrows, worries, and unhappiness, and even natural beauty on the real world dies a natural death. അപ്പോൾ നേച്ചറിൻ്റെ ഈ നാച്ചുറൽ ബ്യൂട്ടിക്ക് വരെ ഒരു നാച്ചുറൽ ഡെത്ത് ഉണ്ട്. ഒരു ലൈഫ് ഫുൾ ഓഫ് സോറോസ് ആൻഡ് ഹാപ്പിനെസ് ഒക്കെ ആണെന്നുള്ള രീതിയിലാണ് ലൈഫിനെ കീറ്റ്സ് കാണുന്നത്. ബട്ട് വേർഡ്സ്വർത്ത് ലൈഫിനെ കുറച്ചുകൂടെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ആൻഡ് ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ദ സീനറി ഓഫ് ടിൻറ്റേൺ അബേ ഓർ ദ സീനറി ഓഫ് ദ നേച്ചർ. നൗ Keats then vows to reach the nightingale's world not through alcohol but through poetry or poetic imagination. After all, poetry has the power to take one away into an imaginary world. അപ്പം നൈറ്റിംഗേലിൻ്റെ വേൾഡിലേക്ക് പോകണം. ആദ്യം പറഞ്ഞത് എന്താ, ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ട് ഏർത്തിന് താഴെയുള്ള വൈൻസൊക്കെ കഴിച്ചിട്ട് നൈറ്റിംഗേലിൻ്റെ കൂടെ അങ്ങനെ പോകണം, ഫേഡായി പോകണം എന്നാണ് പറയുന്നത്. പിന്നെ പോയട്രിയിലൂടെയും ഇമാജിനേഷനിലൂടെയും നൈറ്റിംഗേലിൻ്റെ ലോകത്തേക്ക് പോകണം. ആ ഒരു പവർ പോയട്രിക്ക് ഉണ്ട് എന്നുള്ള രീതിയിലായി കിഡ്സ്. On the other hand, logical thinking only makes a person confused and retards progress. So he sets aside logic and hops on the flight of imagination to enter the nightingale's beautiful world. He then goes on to say he has reached the nightingale's world and is himself surprised at the ease and speed with which he reached there using the powers of poetic imagination. അപ്പോൾ കീറ്റ്സ് അങ്ങനെ നൈറ്റിംഗേലിൻ്റെ വേൾഡിലേക്ക് എത്തി. How? With the powers of poetic imagination. And he states that although it's too dark to see anything, the speaker can still smell the flowers and plants around him. അപ്പോൾ ഡാർക്കാണ് നൈറ്റിംഗേലിൻ്റെ വേൾഡ്, ബട്ട് സ്റ്റിൽ ഹി ക്യാൻ സ്മെൽ ദ ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റ്സ്.
The speaker is so engulfed in the beauty of the nightingale's song. He claims that he wouldn't mind dying at night in the forest while listening to the nightingale's song. നൈറ്റിംഗേലിൻ്റെ സോങ്ങിന് അത്രയും അഡിക്റ്റഡ് ആയി സ്പീക്കർ. Death is personified here and he wants to go to death before it calls upon him. ഡെത്ത് എന്നെ വിളിക്കുന്നതിന് മുന്നേ ഡെത്തിൻ്റെ അടുത്തേക്ക് പോകണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്. Here he has reached the height of living experience and this state of ecstasy seems like the perfect time to die. ലിവിങ് എക്സ്പീരിയൻസിൻ്റെ ഒരു പീക്കിൽ എത്തിയിട്ടുണ്ട്, ഒരു പെർഫെക്റ്റ് ടൈമാണ് മരിക്കാനുള്ള എന്നൊക്കെ പറയുന്നുണ്ട്. However, he then goes on to shed light on the difference between the immortality of the song and his own mortality. അവ നൈറ്റിംഗലിൻ്റെ സോങ് ഇമ്മോർട്ടലാണ്, ഡെത്തില്ല, എല്ലാ കാലവും ഉണ്ടാവും. ബട്ട് his life is mortal. The poet feels that the nightingale is immortal beyond all possibilities of death as its voice has always been heard since time immemorial. അപ്പം ആ വോയിസ് എപ്പോഴും കേൾക്കും നൈറ്റിംഗേൽസിൻ്റെ. അതുകൊണ്ട് നൈറ്റിംഗേൽസ് ഇമ്മോർട്ടൽ ആണെന്നാണ് കീറ്റ്സ് പറയുന്നത്. So many different kinds of generations of people must have heard its song throughout history, including clowns representing lower class and emperors representing higher class. അപ്പോൾ ക്ലൗൺസ് മുതൽ എംപറേഴ്സ് വരെ ലോവർ ക്ലാസ് ഹയർ ക്ലാസ് ഉള്ളവരെല്ലാവരും നൈറ്റിംഗേലിൻ്റെ സോങ് കേട്ടിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ടു ബിബ്ലിക്കൽ ക്യാരക്ടേഴ്സ് ടു പീപ്പിൾ ഇൻ സ്റ്റോറീസ്, അപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുന്നു. The speaker's vision is however interrupted when the bird flies away, leaving the speaker alone. അപ്പോൾ സ്പീക്കറിൻ്റെ വിഷൻ പെട്ടെന്ന് ഇൻട്രപ്റ്റഡ് ആവും ഒരു ബേർഡ് അതിലൂടെ ഫ്ലൈ ചെയ്യുമ്പോൾ. All of a sudden the word fallen brings the poet back to the real world. അങ്ങനെ ആ ഒരു ഫാൻറ്റസി വേൾഡിൽ നിന്ന് റൈറ്റർ റിയൽ വേൾഡിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. He regains consciousness and bids goodbye to the enchanting world of the nightingale. After all, imagination cannot always dupe a person. Fancy or imagination is personified here. The speaker feels a sense of abandonment and disappointment that his imagination lacks the strength to create ഇറ്റ്സ് ഓൺ റിയാലിറ്റി. സ്പീക്കറിനൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്, ആ ഒരു ഇമാജിനേഷന് റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. ഓക്കെ, ആ ഇമാജിനേഷൻ പോയി. ഹി ഈസ് നൗ ബാക്ക് ഇൻ ഹിസ് റിയാലിറ്റി. ഹി ഈസ് ഫൈനലി ലെഫ്റ്റ് കൺഫ്യൂസ്ഡ് ഓൺ വെദർ ദ സോങ് ആക്ച്വലി ബ്രോട്ട് ജോയ് ഓർ സോറോ ഓർ ബോത്ത്. അപ്പോൾ ഇപ്പോൾ പോയിട്ട് ഒന്ന് കൺഫ്യൂസ്ഡ് ആണ്. ഈ നൈറ്റിംഗേലിൻ്റെ സോങ് ആണോ സോറോ ആണോ സന്തോഷമാണോ സങ്കടമാണോ എന്താണ് തന്നിട്ട് പോയത് എന്നുള്ളത്. And unable to make out the difference between reality and dreams. റിയാലിറ്റിയും ഡ്രീംസും തമ്മിലുള്ളൊരു ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രതിസന്ധിയിലാണ് കീറ്റ്സ് ഉള്ളത്. The poet wonders which world is more real, the bird's world or the mundane realities of this world, as very often poets may feel their poetic imagination as more real than this world we live in. അപ്പോൾ റിയൽ വേൾഡ് ആ ബേർഡിൻ്റെ വേൾഡ് ആണോ നൈറ്റിംഗേലിൻ്റെ വേൾഡ് ആണോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ജീവിക്കുന്നത് നമ്മളുടെ വേൾഡ് ആണോ എന്നിട്ട് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത് ബേർഡ്സ് വേൾഡിനാണ്. ഓക്കെ, കാരണം അത് പോയറ്റിക് ഇമാജിനേഷനിലുള്ള വേൾഡാണ്. പോയറ്റ്സിന് എപ്പോഴും പോയറ്റിക് ഇമാജിനേഷനിലുള്ള വേൾഡ് ആയിരിക്കും റിയൽ ദാൻ ദിസ് വേൾഡ്. അവർ ജീവിക്കുന്ന വേൾഡിനേക്കാളും അവരുടെ ഇമാജിനേഷനിലെ വേൾഡ് ആയിരിക്കും അവർക്ക് റിയൽ. The poem ends posing questions on whether poetry or imagination is a heightening or escape ഫ്രം ദ സ്റ്റേറ്റ് ഓഫ് റിയാലിറ്റി ഓർ ലൈഫ് എക്സ്പീരിയൻസസ്. ഒക്കെ പോയട്രി അപ്പം ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നും റിയാലിറ്റിയിൽ നിന്നൊക്കെയുള്ള എസ്കേപ്പ് ആണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പോലെയാണ് ആ ഒരു പോം എൻഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Comment on the way Lockwood and Nellie Dean complement each other as narrators in Wuthering Heights. Wuthering Heights എമിലി ബ്രോണ്ടെ എഴുതിയ Wuthering Heights എന്ന നോവലിൽ ലോക്ക്വുഡും നെല്ലി ഡീനും എങ്ങനെയാണ് നരേറ്റേഴ്സായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്ന്. ആക്ച്വലി ലോക്ക്വുഡാണ് സ്റ്റോറി നരേറ്റ് ചെയ്യുന്നത്. ലോക്ക്വുഡിൻ്റെ അടുത്ത് ആ സ്റ്റോറി നരേറ്റ് ചെയ്യുന്നത് നെല്ലി ഡീനാണ്. അപ്പോൾ നെല്ലി ഡീൻ ഒരു സെക്കൻഡറി നരേറ്ററായിട്ട് നമുക്ക് കാണാം, ലോക്ക്വുഡിന് ഒരു പ്രൈമറി നരേറ്ററായിട്ടും കാണാം. എനിവേ ദേ ബോത്ത് ആർ കോംപ്ലിമെൻറ്റിങ് ആസ് നരേറ്റേഴ്സ് ഈച്ച് അതർ. അപ്പോൾ എങ്ങനെയാണ് അവർ ദേ ആർ കോംപ്ലിമെൻറ്റിങ് ഈച്ച് അതർ എന്നുള്ളത് നോക്കാൻ നമുക്ക് എമിലി ബ്രോണ്ടയുടെ Wuthering Heights സ്റ്റോറീൻ്റെ അകത്തേക്ക് പോകണം. സോ it was in 1847 that Emily Bronte published Wuthering Heights, which went on to gain literary popularity and reputation only after her death. In the winter 1801,
അപ്പോൾ 1801 നടക്കുന്നത്. ലോക്ക്വുഡ്, ദ നറേറ്റർ ഓഫ് ആ നോവൽ, ഫൈൻഡ്സ് ഹിംസെൽഫ് ഫോഴ്സ്ഡ് ടു സ്പെൻഡ് എ നൈറ്റ് അറ്റ് ഹെത്ത്ക്ലിഫ് മാനർ, ഉദറിംഗ് ഹൈറ്റ്സ്, ഡ്യൂ ടു എ സ്നോ സ്റ്റോം. അപ്പോൾ ഒരു സ്നോ സ്റ്റോം കാരണം അതിലൂടെ പാസ് ചെയ്യുമ്പം ലോക്ക്വുഡ് ഉദറിംഗ് ഹൈറ്റ്സിലൊരു ദിവസം താമസിക്കാൻ നിർബന്ധിതനാവുകയാണ്. അങ്ങനെ താമസിക്കുന്ന സമയത്ത് ഹിസ് സ്ലീപ്പ് ഇസ് ഡിസ്റ്റർബ്ഡ് ബൈ നൈറ്റ്മെയർസ് ഓഫ് ഗോസ്റ്റ് നെയ്മഡ് കാതറിൻ ട്രൈങ് ടു എൻറ്റർ ഹിസ് റൂം ത്രൂ ദ വിൻഡോ. അപ്പോൾ ഒരു ഗോസ്റ്റിൻ്റെ ഒരു ശല്യമൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. Lockwood soon settles into his new house neighboring Wuthering Heights and is curious to know the story behind Wuthering Heights and its owner. അപ്പോൾ ലോക്ക്വുഡ് അതിനടുത്തുള്ളൊരു വീട്ടിലേക്ക് താമസം മാറി. എന്നിട്ട് ആ ഒരു സ്റ്റോറീനെ പറ്റി, എന്താണ് വുതറിംഗ് ഹൈറ്റ്സിൻ്റെ ബാക്കിലുള്ള സ്റ്റോറി എന്നറിയാൻ ഹി വാസ് ക്യൂരിയസ്. His housekeeper Nellie is all too ready to pour the story out, and thus we readers find out ourselves riding down the lanes of the past. അപ്പോൾ നെല്ലി സ്റ്റോറീസൊക്കെ പറയാൻ റെഡി ആയത്. നെല്ലിയാണ് അവിടുത്തെ ഹൗസ് കീപ്പർ. നെല്ലിയുടെ ചെറുപ്പകാലത്ത് വുതറിംഗ് ഹൈറ്റ്സിലുണ്ടായ സ്റ്റോറിയാണ് നെല്ലി പറയുന്നത്. നെല്ലി റീകൗണ്ട്സ് ലൈഫ് അറ്റ് ദ ഏൺഷോസ് ആൻഡ് ഹൗ തിങ്സ് ചേഞ്ച് വെൻ മിസ്റ്റർ ഏൺഷോ returns home one fine day with an orphan child named Heathcliff. അപ്പോൾ വുതറിംഗ് ഹൈറ്റ്സിൻ്റെ ഓണർ മിസ്റ്റർ ഏൺഷോ ആണ്. മിസ്റ്റർ ഏൺഷോ ഒരു ദിവസം ഹെത്ത്ക്ലിഫ് പേരുള്ളൊരു ഓർഫൻ ചൈൽഡുമായിട്ട് വീട്ടിലേക്ക് കയറി വരികയാണ്. മിസ്റ്റർ ഏൺഷോസ് ഡോട്ടർ കാതറിൻ ആൻഡ് ഹെത്ത്ക്ലിഫ് ഫൈൻഡ് ദംസെൽസ് ഇൻസെപ്പറബിൾ. മിസ്റ്റർ ഏൺഷോയുടെ ഡോട്ടർ കാതറിനും ഹെത്ത്ക്ലിഫും തമ്മിൽ ദേ ബിക്കം ഇൻ ലവ്. On the other hand, Mr. Earnshaw's son, Hindley, develops a strong dislike and hatred towards the crude, ill-mannered orphan his father has adopted. പക്ഷേ ഏൺഷോൻ്റെ മകനുണ്ട് ഹിൻലിക്ക് ഒട്ടും ഇഷ്ടമാവില്ല ഹെത്ത്ക്ലിഫിനെ. ഹെത്ത്ക്ലിഫ് ഒരു ക്രൂഡ്, ഇൽ-മാനേർഡ് ലുക്കിംഗ് ആണ്. ഹി ഹേറ്റ്സ് ഹെത്ത്ക്ലിഫ്. This hatred deepens and turns abusive when Mr. Earnshaw dies and Hindley returns home with his new wife to claim Wuthering Heights. അപ്പോൾ ഹിൻലി പഠിക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോയതായിരുന്നു. അപ്പം ഏൺഷോൻ്റെ മരണത്തിന് ശേഷം ഹിൻലീൻ്റെ വൈഫിനെയും കൂട്ടിയിട്ടാണ് വരുന്നത്. വുതറിംഗ് ഹൈറ്റ്സ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്, അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. ആ സമയത്താണ് ഹെത്ത്ക്ലിഫ് കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത്. ഹെത്ത്ക്ലിഫ് ഇസ് ദെൻ ട്രീറ്റഡ് ലൈക്ക് എ സെർവൻറ്റ് ഇൻ ദ മാൻഷൻ ആൻഡ് ഹിസ് ഓൺലി കൺസൊലേഷൻ ഇസ് കാതറിൻ. അപ്പോൾ ഹെത്ത്ക്ലിഫിന് ഇപ്പോൾ അവിടെ കാതറിൻ മാത്രമാണ് ഒരു സമാധാനത്തിനുള്ളത്. ഏൺഷോ മരണപ്പെട്ടു. However, Catherine decides to marry the more polished and well-mannered Edgar, whose attention she catches while recuperating from a dog bite at his house, the Thrushcross Grange. അപ്പം കാതറിൻ ഒരു കുട്ടികളെ പോലത്തെ ഒരു ക്യാരക്ടറാണ്, ചെളിയിലൊക്കെ കളിക്കുക, അങ്ങനെ ഒരു ശ്രദ്ധിക്കാത്തൊരു ക്യാരക്ടറാണ്, സ്വന്തം കെയർ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. കാതറിൻ അങ്ങനെ കളിക്കുന്നതിനിടയ്ക്ക് അടുത്തുള്ള വീട്ടിൽ ത്രഷ്ക്രോസ് ഗ്രേഞ്ചിൽ പോയിട്ട് കളിക്കുന്നുണ്ട്. അവിടുന്ന് ഒരു ഡോഗ് ബൈറ്റ് ചെയ്യുന്നുണ്ട് കാതറിനെ. ത്രഷ്ക്രോസ് ഗ്രേഞ്ച് മിസ്റ്റർ ആൻഡ് മിസ്സസ് ലിൻഡൻ്റെതാണ്. അവരുടെ മകനാണ് എഡ്ഗർ ലിൻഡൺ. അവർക്കൊരു മകളും ഉണ്ട്, ഇസബെല്ല ലിൻഡൺ. അപ്പം അവിടെ പോയി കളിക്കുന്ന സമയത്ത് അവൾക്ക് ഒരു ഡോഗ് അവളെ ബൈറ്റ് ചെയ്യുമ്പം അതിൽ നിന്ന് എഡ്ഗർ അവളെ ക്യൂർ ചെയ്ത് നോക്കുന്നൊക്കെ ഉണ്ട്, എഡ്ഗറിൻ്റെ മദറൊക്കെ. അങ്ങനെ അവൾക്ക് അവരോടൊരു എഫെക്ഷൻ തോന്നുകയാണ് എഡ്ഗറിനോട്. The story then turns into revenge after revenge when Heathcliff finally gets ownership of both the Thrushcross Grange and Wuthering Heights. അങ്ങനെ അവൾ എഡ്ഗറിനെ വിവാഹം ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു റിവഞ്ചായിട്ട് ഹെത്ത്ക്ലിഫ് പല കാര്യങ്ങളിലൂടെയും വുതറിംഗ് ഹൈറ്റ്സിൻ്റെയും ത്രഷ്ക്രോസ് ഗ്രേഞ്ചിൻ്റെയും ഒരു അധികാരം സ്ഥാപിച്ചെടുക്കുന്നുണ്ട്. രണ്ടും ഹെത്ത്ക്ലിഫിൻ്റെ കയ്യിലാക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ മരണശേഷം ഇവരുടെ മക്കളിലൂടെയൊക്കെയാണ് അത് ചെയ്യുന്നത്. ഹെത്ത്ക്ലിഫിനെ ഹിൻലി വുതറിംഗ് ഹൈറ്റ്സിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. പിന്നീട് ഹെത്ത്ക്ലിഫ് കുറേ കാശുമായി തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ട് ഇസബെല്ല ലിൻഡനെ, എഡ്ഗറിൻ്റെ സിസ്റ്ററെ മാരി ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവരോടുള്ള ദേഷ്യമൊക്കെ ഈ ഇസബെല്ലയോട് തീർക്കുന്നുണ്ട്. അങ്ങനെ അതിലൂടെ അവരുടെ മക്കളിലൂടെയൊക്കെ ത്രഷ്ക്രോസ് ഗ്രേഞ്ചും വുതറിംഗ് ഹൈറ്റ്സും അവസാനം ഹെത്ത്ക്ലിഫ് സ്വന്തമാക്കുകയാണ്. Heathcliff finally dies in the oak panelled bed where he and Catherine used to spend time during their childhood. Hindley's son Hareton and Edgar's daughter Catherine inherit the two houses after his death ആണ് കേട്ടോ. Thus ends a story of love and revenge. അപ്പോൾ ഈ സ്റ്റോറിയൊക്കെ നെല്ലി ലോക്ക്വുഡിൻ്റെ അടുത്ത് നരേറ്റ് ചെയ്യുകയാണ്.
ഇപ്പം നെല്ലിയാണ് ഒരു തരത്തിൽ പറഞ്ഞ നരേറ്റർ. നെല്ലി പറയുന്ന കാര്യങ്ങൾ ലോക്ക്വുഡ് നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. Nellie and Mr. Lockwood are both characters and narrators in this novel. Nellie has a unique perspective as a narrator, however, because she has been an eyewitness to most of the events and provides the historical narrative to which Mr. Lockwood reacts. He seeks to fill in the history of the families of Wuthering Heights and Thrushcross Grange through Nellie. Each time he meets one of the current inhabitants, he has more questions for Nellie. അപ്പോൾ ലോക്ക്വുഡ് എല്ലാ ഡൗട്ട്സും തീർക്കുന്നത് നെല്ലിയുടെ അടുത്താണ്. Lockwood and Nellie are very different characters. Nellie is more emotionally attached to the characters and their stories, but her narrative does not really reflect the passion between the characters. In fact, she seems to have an understanding of the passions that motivate Catherine and Heathcliff. കാതറിനും ഹെത്ക്ലിഫൊക്കെ ആയിട്ട് വളരെയേറെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയ ഒരാളാണ് നെല്ലി. She is opinionated, however, and speaks her mind when she feels she needs to do so with Catherine, Heathcliff, and the younger generation. Lockwood seems kind of dense at times. At first, he really likes Heathcliff. He is not as perceptive as Nellie, but that is also because he is viewing things from the present, looking back, whereas Nellie has experienced the events in the past and is bringing them into the present. സോ നമ്മളിവിടെ കുറച്ച് ഷോർട്ടാക്കിയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഇനിയും എലാബറേറ്റ് ചെയ്തിട്ട് പറയാനുണ്ട്. നെല്ലിയുടെ റോളൊക്കെ ഇനിയും പറയാനുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു ഓവറോൾ ഐഡിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ഹാർഡി ഷോ ദാറ്റ് ടെസ് ഇസ് എ വിക്ടിം ഓഫ് ഹർ കണ്ടംപററി സൊസൈറ്റി? ടെസ് എങ്ങനെയാണ് കണ്ടംപററി സൊസൈറ്റിയുടെ ഒരു വിക്ടിം ആവുന്നത് എന്ന്. സോ ഇറ്റ് ഈസ് ഫ്രം ദ ടെസ് ഓഫ് ദ ഡുബോവിലസ്, നോവൽ ബൈ തോമസ് ഹാർഡി. Tess of the D'Urbervilles, also subtitled A Pure Woman Faithfully Presented. The story begins when an impoverished peddler, John Durbeyfield, is shocked when he discovers that he is the descendant of a noble family, namely the D'Urberville family. He, along with his wife, decide to send their daughter Tess to the D'Urberville mansion, where they hope she will find some financial help from Mrs. D'Urberville. അപ്പം ഈ സ്റ്റോറിയിൽ ജോൺ ഡെബർഫീൽഡ് എന്ന് പറയുന്നത് ടെസ്സിൻ്റെ ഫാദറാണ്. ഫാദറിന് റിയലൈസേഷൻ കിട്ടുകയാണ്. ഫാദർ പെട്ടെന്ന് അറിയുകയാണ് അവരുടെ ഫാമിലിയാണ് ഡുബർവില്ലെ ഫാമിലി. ഡുബർവില്ലെ ഫാമിലിയുടെ ഒരു ഭാഗമാണ് ഇവർ എന്ന്. അപ്പോൾ ഇവർക്ക് കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഡുബർവില്ലെ ഫാമിലിയിൽ ടെസ്സിനെ പറഞ്ഞയക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ടെസ്സിന് ഡുബർവില്ലെ ഫാമിലി എന്ന് പറയുന്ന പേര് കേട്ടൊരു ഫാമിലിയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കും, ഡുബർവില്ലെ മാൻഷനിലേക്ക് പറഞ്ഞയക്കാൻ തീരുമാനിക്കും കുറച്ച് ഫിനാൻഷ്യൽ ഹെൽപ്പിന്. The naive Tess is thus offered a job of tending to fowls at the D'Urberville estate. Here, Tess finds herself resisting attempts of seduction by the young Alec D'Urberville. However, Alec finally takes advantage of her one evening when Tess was found alone in the woods returning after a fair. അപ്പോൾ അവർക്ക് അവിടെ ഒരു പോൾട്രി ഫാമിൽ അവർ ജോലി കൊടുക്കും. അവിടെയുള്ള യങ് ആയിട്ടുള്ളൊരു അലക് ഡെബർവില്ലെ അവളെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം അവളെ റേപ്പ് ചെയ്യുന്നുണ്ട്. Knowing that she will never love Alec, she returns home to deliver her baby and names him Sorrow. അങ്ങനെ അവളൊരു ബേബീനെ ഡെലിവർ ചെയ്യും, സോറോ എന്ന് പേരിടും. അപ്പോൾ ഒരിക്കലും അലക്കിനെ സ്നേഹിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് അവൾ വീട്ടിലേക്ക് തന്നെ പോയത്. Anyway, Sorrow passes away soon after birth and Tess then spends a gloomy year at home before she revolves to find a new job. അപ്പം മകൻ പോയ സങ്കടത്തിൽ കുറച്ചു കാലം അവൾ വീട്ടിൽ നിൽക്കും. She then joins as a dairy maid at Talbothays, from where she falls in love with Angel Clare. പിന്നീട് താൽബോത്തായിൽ ഒരു ഡയറി മെയ്ഡായി നിൽക്കുന്നുണ്ട്. അവിടുന്ന് ഏഞ്ചൽ ക്ലെയറുമായിട്ട് ലവ് ആവുന്നുണ്ട്. They get married and on their wedding night, Angel opens up about a past affair and Tess too reveals her past with Alec. ഏഞ്ചലിനുണ്ടായിരുന്നൊരു പാസ്റ്റ് അഫെയർ പറയും, ടെസ്സിൻ്റെ പാസ്റ്റും പറയും. ടെസ്സിൻ്റെ ഫാദർ പറഞ്ഞിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഏഞ്ചൽ ക്ലെയറിൻ്റെ അടുത്ത് അവളുടെ പാസ്റ്റ് പറയരുതെന്നാണ്. ഏഞ്ചൽ ക്ലെയർ പറഞ്ഞ സ്ഥിതിക്ക് അവളും പറയും. However, Angel finds it impossible to forgive her for her sexual past with Alec and thus leaves her some money and deserts her. ഏഞ്ചലിൻ്റെ പാസ്റ്റ് ടെസ് അക്സെപ്റ്റ് ചെയ്തു, ബട്ട് ടെസ്സിൻ്റെ പാസ്റ്റ് ഏഞ്ചലിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഏഞ്ചൽ കുറച്ച് പൈസ അവിടെ വെച്ചിട്ട് അവളെ ഒറ്റക്കാക്കിയിട്ട് പോവും.
Tess is thus forced to return back home where she unexpectedly meets Alec again. ടെസ് വീണ്ടും വീട്ടിലേക്ക് വരും. അപ്പോൾ അവിടെ കാണുന്നത് അലക്കിനെയാണ്. Alec has now converted to Christianity and he tried begging Tess to marry him. അലക്ക് നല്ല ആളായി ക്രിസ്ത്യനായി അവളോട് മാരി ചെയ്യാൻ പറയണം അലക്കിനെ. Angel on the other hand finally brings himself to forgive Tess and returns to find her. ടെസ് അങ്ങനെ അലക്കിനെ മാരി ചെയ്യുന്നുണ്ട്. അലക്ക് ഏഞ്ചൽ ഒരിക്കലും തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ടെസ് അത് ചെയ്യുന്നത്. പിന്നീട് ഏഞ്ചൽ തിരിച്ചു വരികയാണ്. ഏഞ്ചൽ തിരിച്ചു വരുന്ന സമയത്ത് ടെസ് അലക്കിനോട് നീ പറഞ്ഞിട്ടല്ലേ ഞാനിതൊക്കെ ചെയ്തത്, ഞാൻ മാരി ചെയ്തത്, ഏഞ്ചൽ വരില്ല എന്നല്ലേ നീ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അലക്കിനെ കൊന്നിട്ട് ഏഞ്ചലിൻ്റെ കൂടെ പോവുകയാണ്. Angel on the other hand finally brings himself to forgive Tess and returns to find her. But he soon finds out that he was too late and Tess had already given herself over to Alec again. But this time Tess finds the courage to murder Alec and flees off with Angel. Okay, ഏഞ്ചലിൻ്റെ കൂടെ പോയി അലക്കിനെ മർഡർ ചെയ്തിട്ട്. But both of them are soon found out by a search party and Tess is arrested. അങ്ങനെ ടെസ് അറസ്റ്റ് ആവുന്ന. Tess is then sent to jail and is hanged. Thus ends the tragic story of Thomas Hardy's Tess de Bourvillers. അപ്പം ടെസ് de Bourvillersൻ്റെ ഒരു സ്റ്റോറി അവിടെ എൻഡ് ചെയ്യുന്നു. അവൾക്ക് അലക്കിനെ കൊന്നതിനുള്ള ശിക്ഷ കിട്ടുന്നു. Hardy has made it very clear that Tess is a victim of her sex. Being oppressed by Alec, the man who is supposed to be her kin, Alec takes advantage of the situation. This is a clear case of rape and the situation itself make it even worse since Tess in some way trusted him. ടെസ് എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിൽ ഒരു വിക്ടിം ആവുന്നതെന്ന് പറയുകയാണ്. ടെസ് വീണ്ടും അലക്കിനെ ട്രസ്റ്റ് ചെയ്യുമ്പം ഷീ ഈസ് again becoming a victim. She is victimized by the combination of social prejudice and male dominance in patriarchal Victorian society. Tess' story, to some extent, reflects the rigidity of convention, the harshness of social law, and prejudice of morality in male-dominated patriarchal society. Society എന്നാണ് കേട്ടോ അവിടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏർണസ്റ്റ് ആസ് എ കോമഡി ഓഫ് മാനേഴ്സ്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏർണസ്റ്റ് ഒരു കോമഡി ഓഫ് മാനേഴ്സ് പോലെ. ആക്ച്വലി അത് വിക്ടോറിയൻ അരിസ്ട്രോക്രാറ്റിക് ബിഹേവിയറിനെതിരെയുള്ള ഒരു സെറ്റയറൊക്കെ പോലെ കാണാം. ഒരു കോമഡി ഓഫ് മാനേഴ്സ് ആണ്. വിക്ടോറിയൻ അരിസ്ട്രോക്രാറ്റിക് ബിഹേവിയർ ഓഫ് ഹിപ്പോക്രസി, സുപ്പീരിയോറിറ്റി, മെറ്റീരിയലിസം അതിനെയൊക്കെ കളിയാക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു കോമഡി ഓഫ് മാനേഴ്സ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ഏർണസ്റ്റ് ആയിരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്നാണ് ടൈറ്റിലിൻ്റെ പേര്. Importance of Being Earnest is a play by Oscar Wilde. The full title of the play is The Importance of Being Earnest, a trivial comedy for serious people. It is a typical example of comedy of manners as it mocks Victorian aristocratic behavior of hypocrisy, superiority, and materialism. The language is thus satirical and witty. The norm and values of Victorian aristocratic society are ridiculed throughout the play. വിക്ടോറിയൻ അരിസ്ട്രോക്രാറ്റിക് സൊസൈറ്റിയുടെ നോംസും വാല്യൂസൊക്കെ കാണിക്കുന്ന ഒരു പ്ലേ ആണ്. ദ പ്ലേ ബിഗിൻസ് വിത്ത് അൽജർനോൺ ഓർ അൽജി വെയിറ്റിംഗ് ഫോർ ഹിസ് ആണ്ട് ലേഡി ബ്രാക്നൽ ആൻഡ് ഹെർ ഡോട്ടർ Gwendolen to visit him in his flat in London. However, before their arrival, Jack Worthing, also known as Ernest in London, arrived to propose Gwendolen. ജാക്ക് വർത്തിങ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ജാക്ക് വർത്തിങ്ങിനെ ലണ്ടനിൽ അറിയപ്പെടുന്നത് ഏർണസ്റ്റ് എന്നാണ്. ഏർണസ്റ്റ് ഇവിടെ വന്നിട്ടുള്ളത് അൽജർനോണിൻ്റെ കസിനായിട്ടുള്ള ഗ്വെൻഡോളിനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അൽജർനോൺ ഗ്വെൻഡോളിനെയും ആൻറ്റി ലേഡി ബ്രാക്നലിനെയും വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്താണ് പ്ലേ തുടങ്ങുന്നത്. Algy raises suspicions about Jack's real name and whereabouts, and Jack confesses that his real name is Jack Worthing and he is guardian to a young lady named Cicely. അൽജിക്ക് ഒരു ഡൗട്ട് വരും ജാക്കിൻ്റെ റിയൽ നെയിമിനെ പറ്റി. അപ്പോൾ ജാക്ക് കൺഫസ് ചെയ്യും തൻ്റെ പേര് ഏർണസ്റ്റ് അല്ല, ജാക്ക് വർത്തിങ് എന്നാണ്, സിസിലിയാണ് ഗാർഡിയൻ എന്നൊക്കെ പറയും. Upon hearing this confession, Algy also confessed that he sometimes pretends to visit his imaginary friend Bunbury in the country whenever he needs a break from town life. അപ്പോൾ അൽജി പറയും, ഞാൻ എൻ്റെ ഒരു ഇമാജിനറി ഫ്രണ്ട് ബൺബറീനെ വിസിറ്റ് ചെയ്യാൻ കൺട്രിയിലേക്ക് പോവാറുണ്ട്, ഇടയ്ക്ക് ഞാനും അങ്ങനെ ചെയ്യാറുണ്ട് എന്നൊക്കെ. Upon Lady Bracknell's and her daughter's arrival, Algy distracts her in another room to make it more convenient for Ernest to propose to Gwendolen. അപ്പോൾ Gwendolen വരുമ്പം അൽജി ജാക്കിന് അല്ലെങ്കിൽ ഏർണസ്റ്റിന് പ്രപ്പോസ് ചെയ്യാൻ പറ്റിയൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടാക്കി കൊടുക്കും.
So he proposed to Gwendolen. Gwendolen accepts the proposal as she always wanted to marry someone with the name Ernest, as it sounded very aristocratic to her. അപ്പം ഗ്വെൻഡോളന് ഏണസ്റ്റ് എന്ന് പറയുന്ന ആളെ വിവാഹം ചെയ്യണം എന്നായിരുന്നു. അപ്പോഴത്തെ ലേഡീസിൻ്റെ ഒരു തോട്ട് അങ്ങനെ ആയിരുന്നു എന്ന് പറയുകയാണ്. ഒരു വിക്ടോറിയൻ അരിസ്റ്റോക്രാറ്റിക്സിനെ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്. ഏണസ്റ്റ് എന്നതിൻ്റെ മീനിങ് സിൻസിയർ എന്നൊക്കെയാണ്. Lady Bracknell is not very happy with this engagement, however, as Jack doesn't seem to have proper social status, and while leaving, she rejects the engagement, asks him to find some acceptable parents. ലേഡി ബ്രാക്നലിന് അത് ഇഷ്ടാവില്ല. ലേഡി ബ്രാക്നൽ റിജക്റ്റ് ചെയ്തിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പാരൻസിൻ്റെ ആരെടുത്തെങ്കിലും പോയിക്കോ എന്ന് പറഞ്ഞിട്ട് പോകും. Gwendolen asks for Jack's country address, and while he dictates it, Algy secretly notes it down on his shirt cuff, meaning to go Bunburying in the country to visit Cicely, whom he is curious about now. ഗ്വെൻഡോളൻ ജാക്കിൻ്റെ അഡ്രസ്സ് ചോദിക്കുന്ന സമയത്ത് ആൽജി അത് നോട്ട് ചെയ്യാണ്. ആൽജിക്ക് സിസിലീനെ കാണണം എന്നൊക്കെയുണ്ട്. In the country, Cicely is taught by Miss Prism, who is all praise for Jack, who sees a responsible guardian and brother. സിസിലീനെ നോക്കുന്ന ഒരു റോള് മിസ് പ്രിസം എന്ന് പറയുന്നൊരു ക്യാരക്ടറിനുണ്ട്. In the end, however, we find that both Jack and Algy are re-christened as Ernest by the canon. The local vicar, as even Cicely wished to marry someone with the name Ernest. And to Lady Bracknell's surprise, meeting Miss Prism reveals that Jack Worthing is Lady Bracknell's own nephew, whom she had lost 28 years back. Lady Bracknell reveals that Jack is actually the son of Ernest John Moncrieff, and Jack is truly Ernest now. അങ്ങനെ ആൽജി സിസിലീനെ കാണാൻ വേണ്ടിയിട്ട് കൺട്രിയിലേക്ക് പോകും. എന്നിട്ട് സിസിലീൻ്റെ അടുത്ത് ആൽജി തൻ്റെ പേര് ഏണസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ റിലേഷൻഷിപ്പിലാവുന്നുണ്ട്. അപ്പോഴാണ് അവിടെ ജാക്ക് വർത്തിങ് ഒക്കെ വരുന്നത്. പിന്നീടാണ് ഗ്വെൻഡോളൻ അങ്ങോട്ട് വരുന്നത്. ഗ്വെൻഡോളൻ ഏണസ്റ്റിനെ അന്വേഷിച്ചിട്ട് വരികയാണ്. ഏണസ്റ്റിൻ്റെ അഡ്രസ്സ് വാങ്ങിച്ചിരുന്നല്ലോ. അപ്പം സിസിലീനെ കാണുമ്പോൾ അവൾ ഈ സിസിലി ആരാണ് എന്നൊക്കെ വിചാരിക്കുകയാണ്. അവിടെ വന്ന് വിസിറ്ററായിരിക്കും എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ ഗ്വെൻഡോളൻ ഏണസ്റ്റിനെ ചോദിക്കുമ്പം സിസിലി പറയാണ് ഏണസ്റ്റ് ഞാൻ മാരി ചെയ്യാൻ പോകുന്ന ആൾ. അപ്പോൾ രണ്ടുപേരും ഞാൻ മാരി ചെയ്യാൻ പോകുന്ന ആളാണ് ഏണസ്റ്റ് എന്ന് പറയും. അങ്ങനെ അവരെ തിരഞ്ഞിട്ട് പോകും. അവർ തമ്മിൽ അറിയാം, ജാക്കും ആൽജിയും തമ്മിൽ അവർക്കറിയാം. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഏണസ്റ്റ് എന്നുള്ള പേരിലാണ് മറ്റു നാട്ടിൽ അറിയപ്പെടുന്നത് എന്നുള്ളത്. അങ്ങനെ ഇവരുടെ അടുത്ത് എത്തിച്ചേരുമ്പോഴാണ് രണ്ടുപേർക്കും മനസ്സിലാവുക രണ്ടുപേരുടെയും ഏണസ്റ്റ് വേറെയാണ് എന്നുള്ളത്. പിന്നീട് ഒരു ട്വിസ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ മിസ് പ്രിസം എന്ന് പറയുന്ന ക്യാരക്ടർ ലേഡി ബ്രാക്നലിനെ കണ്ടുമുട്ടുമ്പോൾ അവർക്ക് എവിടെയോ കണ്ടതുപോലെ തോന്നുന്നുണ്ട്. ഒരു മിസ്റ്റേക്ക് ചെയ്ത പോലെയാണ് മിസ് പ്രിസം ലേഡി ബ്രാക്നലിനെ നോക്കുന്നത്. കാരണം ലേഡി ബ്രാക്നലിൻ്റെ നെഫ്യൂവിനെ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒരാൾ എടുത്തുകൊണ്ട് പോയിരുന്നു. അതാണ് മിസ് പ്രിസം. അപ്പോൾ ആ നെഫ്യൂ ആണ് ജാക്ക് വർത്തിങ്. അപ്പോൾ ജാക്ക് വർത്തിങ് ലേഡി ബ്രാക്നലിൻ്റെ നെഫ്യൂ ആണ്. ജാക്ക് വർത്തിങ്ങിൻ്റെ ഫാദറിൻ്റെ പേര് ഏർണസ്റ്റ് ജോൺ മോക്രിഫ് എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ജാക്ക് വർത്തിങ് പറഞ്ഞ നുണകളൊക്കെ പിന്നെ സത്യമാവുകയാണ്. ജാക്ക് വർത്തിങ് ആക്ച്വലി ഏർണസ്റ്റ് ആവുകയാണ്. അങ്ങനെ എല്ലാം കലങ്ങി തെളിഞ്ഞൊരു ഹാപ്പി എൻഡിങ് ആണ് ഉണ്ടാകുന്നത്. Through this play, Wilde pokes fun at the institution of marriage, which he personally believed to be surrounded by hypocrisy and absurdity. അപ്പോൾ ഈ മാരേജ് എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ തന്നെ കളിയാക്കുകയാണ്, പോക്കുകയാണ് വൈൽഡ്. ബിക്കോസ് ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ ഹിപ്പോക്രസി ആൻഡ് അബ്സേർഡിറ്റി. മാരേജ് എന്ന് പറയുന്നതിന് ചുറ്റും അബ്സേർഡിറ്റിയും ഹിപ്പോക്രസിയാണുള്ളത്. The play represents Wilde's late Victorian view of aristocracy, marriage as well as social life. It also provides a deep insight into London society during that time. For example, hypocrisy and deception of Victorian society is portrayed through the concept of Bunburying. Aggression through Cicely's and Gwendolen's behavior at tea. അപ്പോൾ സിസിലി ഗ്വെൻഡോളൻ വരുമ്പോൾ ടീ കൊടുക്കുന്നുണ്ട്. അവരുടെ ടീ പാർട്ടി പിന്നീട് വാറ് പോലെ ആകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. കാരണം രണ്ടുപേരും ഏണസ്റ്റ് തങ്ങളുടേതാണ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിലൂടെയൊക്കെ ആ ടീ പാർട്ടിയിലൂടെയൊക്കെ ഒരുപാട് വിക്ടോറിയൻ പ്രോബ്ലംസ് പറയുന്നുണ്ട്. വിക്ടോറിയൻ നോംസിൽ ടീ എങ്ങനെ കുടിക്കണം, എങ്ങനെ സെർവ് ചെയ്യണം, അതിന് വലിയ റൂൾസ് ഉണ്ടായിരുന്നു. സെൽഫ് ഡിസെപ്ഷൻ ത്രൂ സിസിലീസ് ഡയറി, tyranny through Lady Bracknell, deteriorating morality through Algernon, faithfulness of servants through cucumber sandwiches incident. Lady Bracknell symbolizes institutionalized vices and tyrannic forces of the society. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു ഇതിൽ സിംബലൈസ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു ലൈൻസിലുണ്ട്. അഗ്രഷൻ ത്രൂ സിസിലി ആൻഡ് Gwendolyn's behavior at tea, സെൽഫ് ഡിസെപ്ഷൻ ത്രൂ സിസിലീസ് ഡയറി, tyranny through Lady Bracknell, deteriorating morality through Algernon, faithfulness of servant through cucumber sandwiches incident. ഇതൊക്കെയാണത്.
Earnestness, which means sincere and intense conviction, was considered as a key ideal in Victorian society. The Victorians had strict codes on social visit, how cards were offered, how tea was served and consumed. The play is wild satirical take on English aristocracy of Victorian times. An epigram is a way or remark that expresses an idea in a clever, amusing way. In the importance of being earnest, many established epigrams are subverted. കുറേ എപ്പിഗ്രാംസ് കാണാൻ പറ്റും ഈ ഒരു പ്ലേയിൽ. എപ്പിഗ്രാംസ് എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ ക്ലെവറായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതിനാണ്. ദിസ് ഈസ് വൺ ഓഫ് ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് ദ പ്ലേ. ത്രൂ ഔട്ട് ദ പ്ലേ വെരി സീരിയസ് മാറ്റേഴ്സ് ആർ ട്രീറ്റഡ് ട്രിവിയലി ആൻഡ് വെരി ട്രിവിയൽ മാറ്റേഴ്സ് ആർ ട്രീറ്റഡ് വെരി സീരിയസ്ലി. ഓക്കെ, അപ്പോൾ കോമഡി കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ടും സീരിയസ് ആക്കേണ്ട കാര്യങ്ങൾ കോമഡി ആയിട്ടാണ് ഇതിൽ ട്രീറ്റ് ചെയ്യുന്നത്. ദസ് ഇൻവേർട്ടിംഗ് ട്രഡീഷണൽ വാല്യൂസ് ഓഫ് ദ സീരിയസ് ആൻഡ് ദ ട്രിവിയൽ. While himself was also a Bunburyist who led dual lives. ബൺബറീസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഡുവൽ ലൈഫ് ലീഡ് ചെയ്യുന്നതിനാണ്. ബൺബറി എന്ന് പറയുന്ന സ്ഥലം, സാങ്കല്പിക സ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോകുന്നതായിരുന്നല്ലോ അൽജർണോൺ. അതൊക്കെയാണ് ബൺബറീസ്റ്റ് എന്ന് പറയുന്നത്. So while himself was also a Bunburyist who led dual lives, one as a respected married man and the other as an active homosexual. Thus, possible allusions to homosexuality can be found throughout the play. Wilde criticizes society using wit. Both the muffin scene and tea cake scene show how absurd the idle rich can be. The play is a medley of satire, farce, humor, sentimental comedy, absurdity and improbability. Okay. അപ്പം ആ ഒരു സ്റ്റോറി പറഞ്ഞിട്ട് പറയാം എന്താണ് ഏർണസ്റ്റ് എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ്. വിക്ടോറിയൻ സൊസൈറ്റിയുടെ നോംസൊക്കെ കാരണമാണ് അതങ്ങനെ മോക്ക് ചെയ്തിട്ട് ഓസ്കാർ വൈൽഡ് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ എസ്സേ ക്വസ്റ്റ്യൻസ് ഓഫ് ദിസ് പേപ്പർ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.